ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് രാവിലെ ഇന്ന് ശനിയാഴ്ചയാണ്. ചേട്ടായി വന്നിട്ടുണ്ട്, പിന്നെ പെങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇന്ന് എങ്ങോട്ടാ തൊടുപുഴ പോവും. തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾ കുമരകം പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പൊ രാവിലെ സമയം 8 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്. ഇപ്പൊ 10 മണിയായി ഗൈസ്, 10 മണി. അപ്പൊ ഇനി 10 മണിയായി. നമ്മളപ്പോ ഇനിയും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഒരു 12 മണിയൊക്കെ ആവും തൊടുപുഴ ചെല്ലുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇനിയും കുമരകം നോക്കാം. നമുക്ക് പോകുന്ന വഴി നോക്കാം എന്താണ് പരിപാടി, എന്താണ് നല്ല സ്പോട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എന്നത്തെ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. ഗൈസ് നമ്മളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഗൈസ് ഇന്നത്തെ മെയിൻ പ്രത്യേകത ഇന്ന് ഡിസംബർ 13. ഇന്ന് ഇവിടെ 13 ഇന്ന് വോട്ടെണ്ണൽ ദിവസമാണ്. അപ്പൊ നമ്മൾ ഇടുക്കിയില് ഇലക്ഷൻ 1-ാം തീയതി ആയിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. ഞങ്ങളുടെ ചേട്ടായും ഞാനും ഞങ്ങളുടെ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ റോഡിലോട്ട് ഒരു 400 മീറ്റർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. നമ്മുടെ വാഴത്തോപ്പ് ചെറുറോഡ് റോഡാണ്. അപ്പോ നമ്മളിപ്പോ മെയിൻ റോഡിലെത്തി. നമ്മളിനി ഇവിടുന്ന് നമുക്ക് പൈനാവിലോട്ടാണ് പോകുന്നത്. പൈനാവിലോട്ടപ്പോ നമ്മള് റൈറ്റ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവും. നമ്മളിപ്പോ പറഞ്ഞ നമ്മൾ തൊടുപുഴയ്ക്കാണ് പോകുന്നത്. അപ്പോ നമ്മളെ ഒരു കാര്യമുള്ള വെച്ചാൽ അന്നമ്മ അടുത്ത ആഴ്ച ഈ സമയം സൗദിക്ക് പറക്കുമായിരിക്കും. അപ്പൊ അവളുടെ എന്താണ് പുതിയൊരു ജീവിത വഴിത്തിരിവിലോട്ട് നടക്കുകയാണ്. അപ്പൊ അവള് സൗദിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതിന് മുന്നേ ചേട്ടായി ബാംഗ്ലൂരിൽ വന്നതാണ്. അപ്പൊ ഗൈസ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. രാവിലെ ഇവിടെ ഇന്ന് 25 ഡിഗ്രി സെൽഷ്യസ് ഇടുക്കിയില്, നല്ല വെയിലുണ്ട്. അങ്ങനെ ഗൈസ് ഇതാട്ടോ നമ്മുടെ ഇടുക്കിന്ന് നമ്മുടെ ചെറുതോണി ബൈപ്പാസ് ചെയ്തിട്ട് നമ്മുടെ കരിമലിലോട്ടുള്ള ഷോർട്ട് കട്ട്. ഈ റോഡ് പൈനാവിലോട്ട് അപ്പോൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. ശരിക്കും നിങ്ങൾ അതിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഡെസ്റ്റിനേഷൻ? ഇല്ല, ആർക്കും അറിയത്തില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അപ്പൊ അതിന് ശേഷമായിരിക്കും നമ്മൾ എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ചേട്ടാ ഇന്നലെയാണ് ലാൻഡ് ചെയ്തത്. പിന്നെയും ഒരുമിച്ച് 3 പേരും കൂടെ ഒരു ട്രിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അടുത്തൊന്നും ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ച് കാണാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പം ഇതാണ്, അത്രേ ഉള്ളൂ. നമ്മളത് പൈനാവ് കഴിഞ്ഞു. പൈനാവ് എത്തി. അപ്പൊ പൈനാവിൽ നമ്മൾ ഇടുക്കി റോട്ടിൽ കൂടെ 100 പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ചെയ്ത് നമ്മള് ചേരി വരെ എത്തി. ചേരി നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നല്ല മലകളൊക്കെ കാണാം. അപ്പൊ ചില സമയത്ത് ചുരുളി ഷൂട്ട് ചെയ്ത റൈറ്റ് സൈഡില് പോകുന്ന വഴിക്ക് നമുക്ക് 12th മാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാണാം.
പള്ളിച്ചട്ടപ്പ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാണാം, ഇടുക്കി ഗോൾഡിന്റെ ഷൂട്ട് ചെയ്ത സ്ഥലം കാണാം, ഈക്കോ ഷൂട്ട് ചെയ്ത സ്ഥലം കാണാം. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് തന്നെയാണ്. നമുക്ക് മുകളിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ദൃശ്യം 3 ഷൂട്ട് ചെയ്ത സെറ്റ് കാണാം. അതും കുടയത്തൂരാണ്. അതാണ് നമ്മുടെ ഹോളിവുഡ് ഓഫ് മോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ എല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ടത്തെ ഒരു പടമില്ലായിരുന്നു വൈശാലി ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. പിന്നെ നമ്മുടെ കടത്തനാട് മാക്കൻ എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് മലയാളത്തിൽ ആദ്യമായി ഷൂട്ട് ചെയ്ത പടം. ഇടുക്കിയിൽ ആദ്യമായി ഷൂട്ട് ചെയ്ത പടമായ കടത്തനാട് മാക്കൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുക. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ചുരുളി ഷൂട്ട് ചെയ്ത സ്ഥലം. നമ്മുടെ വിനയ് ഫോർട്ടും ചെമ്പം വിനോദും വന്നിറങ്ങിയ സ്പോട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതാട്ടോ ഗൈസ് നമ്മുടെ ചുരുളിയുടെ ആ സ്റ്റാർട്ടിങ് സീനിൽ നമ്മൾ ചെമ്പം വിനോദും വിനയ് ഫോർട്ടും കൂടെ വന്നിറങ്ങുന്ന സ്ഥലം. ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് ചുരുളിയുടെ സ്റ്റോപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് കയറിയിട്ടാണ് അവരുടെ തട്ടകം. നമ്മുടെ ചുരുളിയിൽ ഇതാണ് നമ്മളെ പറയണ പാലം കഴിഞ്ഞാൽ വേറൊരു ലോകം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിലെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. ഇവിടുന്നാണ് നമ്മുടെ തങ്കച്ചേട്ടനൊക്കെ വന്ന് കയറുന്നത്. കണ്ടോ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ ദുരൂഹതയാണ് ഗൈസ്, ദുരൂഹത. അങ്ങനെ വഴി കാണാം. അപ്പോൾ അന്ന് അങ്ങനെ ചെമ്പം വിനോദും ഒക്കെ ഒന്ന് തകർത്ത് ആടിയ ചുരുളി ലൊക്കേഷൻ ആണിത്, ചുരുളിയുടെ ലൊക്കേഷൻ. അപ്പോൾ ഗൈസ് ചേട്ടനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളപ്പോ ചുരുളിയുടെ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനുകളുടെ രാജാവായ മൂലമറ്റത്തോട്ട് പോവാണ്. ഗൈസ് ഇവിടെയാട്ടോ ഗൈസ് ഇക്കോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ടാണ്. നമ്മളിപ്പോ നമ്മുടെ തൊടുപുഴയ്ക്ക് പോവാണ്. തൊടുപുഴ സൈഡിലോട്ട് ഇതിന്റെ മുകളിലായിട്ടാണ് ഇക്കോ ഷൂട്ട് ചെയ്തത്. ഇക്കോ നമ്മുടെ മാമച്ചന്റെ വെള്ളിമൂങ്ങ അങ്ങനത്തെ കുറെ പടം ഷൂട്ട് ചെയ്ത് ഈ മുകളിലെ മലയിലാണ്. കർണാടക ബോർഡറാണ് ഇത് കാണിക്കണ ഇക്കോയ്ക്കകത്ത്. ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇതിന് പോകുന്ന വഴിക്കാണ് നമ്മുടെ വരാനിരിക്കുന്ന ടോവിനോയുടെ പടം പള്ളിച്ചട്ടമ്പി ഷൂട്ട് ചെയ്തേക്കണേ. അതൊരു 1960 കാലഘട്ടത്തിലെ പടമാണ്. അതും ഷൂട്ട് ചെയ്തേക്കണേ കുളമാവ് ഡാം പരിസരത്താണ്. പിന്നെ നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക് കുളമാവ് ഡാം കഴിഞ്ഞാണ് നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ട് തന്നെ. അവിടെയാണ് നമ്മുടെ 12th മാൻ ഷൂട്ട് ചെയ്തത്. എല്ലാം ഈ സ്പോട്ടിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫിലിം ലൊക്കേഷന്റെ ചാകരയാണ് റോഡിന്റെ സൈഡ് മൊത്തം. ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് പള്ളിച്ചട്ടമ്പിയുടെ പുതിയ വരാനിരിക്കുന്ന സിനിമ പള്ളിച്ചട്ടമ്പിയുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഒത്തിരി നാൾ ഒരു 2-3 മാസത്തോളം രാവിലെ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടൊവീനോ കയറി ഇതായിരുന്നു. ടൊവീനോയുടെ ക്യാരവാനും മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട്. ടൊവീനോയുടെ ഒരു എക്സാം ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇനി വരുന്ന സ്ഥലമാണ് 12th മാനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. മക്കളെ ഇതാണ് നമ്മുടെ 12th മാൻ ഷൂട്ട് ചെയ്ത റിസോർട്ട്, ഗ്രീൻബർഗ് റിസോർട്ട്. നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലം, നാടുകാണി. അപ്പൊ ഇവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ചുരം ആരംഭിക്കുന്നത് കേട്ടോ. അതായത് 12 വളവുകളാണ് നമ്മുടെ ഈ തൊടുപുഴയ്ക്ക് ഇടുക്കിയിൽ നിന്ന് നമ്മുടെ തൊടുപുഴ പുളിയമല റൂട്ടിലുള്ളത്. അപ്പൊ ഈ 12 ഇതിലുള്ളതില് നമ്മള് ഫസ്റ്റ് വളവാണിത്, ഫസ്റ്റ് ഹെയർപിൻ. പിന്നെ ഒരു 11 വളവും കൂടെ ഉണ്ട്. നമ്മളിപ്പോ താഴത്തോട്ട് ഇറങ്ങിയപ്പോ എവിടെ നമ്മൾ അറക്കുളം കഴിഞ്ഞ് തൊടുപുഴ റൂട്ടിൽ പോവാണ്. നമ്മുടെ ഷാജി പാപ്പന്റെ
തൊടുപുഴയൊക്കെ എത്തിയിട്ട് തൊടുപുഴയിൽ നിന്ന് ഇപ്പോ എങ്ങോട്ടാ നമ്മള് കുമരകത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് സമയം ഇപ്പോ ഏകദേശം ഒരു 1:30 അപ്പൊ ഞങ്ങളിങ്ങനെ എവിടെയാണ് കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇങ്ങനെ വിശന്നിട്ട് ഇവിടെ കിടന്നൊക്കെ അറിയുന്നുണ്ട്. അന്നെങ്ങനെ വിശക്കുന്നുണ്ടോടി? ഇല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് മാത്രം എനിക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്, നമുക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ ആവശ്യമെല്ലാം കഴിക്കുന്നുണ്ട്, നമുക്കൊന്നും കിട്ടുന്നില്ല. ഗൈസ് അപ്പൊ നമ്മൾ ഓടി ഏകദേശം 110 കിലോമീറ്ററോളം ഓടി നമ്മള് കുമരകം എത്തി. ഗൈസ് നോക്ക് ഗൈസ്, എവിടെ റെസ്റ്റോറന്റ് കുമരകം പൊളി ഗൈസ്. അടിപൊളി വ്യൂ ആണ് നിൽക്കുക ഗൈസ്. അങ്ങനെയുണ്ട് ഗൈസ്, മടുത്തു നിങ്ങള്? ഗൈസ് അപ്പൊ നമ്മള് കുമരകമൊക്കെ പോയിട്ട് കുമരകത്ത് നമ്മള് കോട്ടയം വന്നു. കോട്ടയത്ത് നമ്മളിൽ എവിടുന്ന് നമ്മൾ ഗൈസ് അപ്പൊ നമ്മള് KFC കഴിക്കാൻ വേണ്ടിട്ടാണ് ഇടുക്കിയിൽ നിന്നും കുമരകം വരെ പോയത്. അപ്പൊ എന്ത് ചെയ്യാൻ, ഷാപ്പിൽ പോയി കള്ളടിക്കാൻ പോയതാണ്. KFC ഗൈസ് ഇലക്ഷൻ ഡേ ആൻഡ് റിസൾട്ട് ഡേ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരിടത്തും ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മളൊന്ന് പട്ടിണിയായിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമകളുടെ ഒരു ഈറ്റില്ലമായ കോളപ്ര പാലത്തിലോട്ടാണ്. അപ്പോൾ ഈ കോളപ്ര പാലം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമാണ് ഒത്തിരി അധികം മലയാള സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ചരിത്രമുറങ്ങുന്ന ഈ ഒരു പാലത്തെ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ പാലത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സിഗ്നൽ കാണാം. അപ്പോൾ അതായത് ഒരു സിഗ്നൽ പാലമാണിത്. ഒരു സമയത്ത് ഒരു സൈഡിലോട്ടാണ് ഈ പാലത്തിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യത്തുള്ളൂ, കാരണം അതിൻ്റെ വീതി അത്രയില്ല. അപ്പോൾ അങ്ങനെ ഒരു പാലമാണിത്. എപ്പോഴും സിനിമയുള്ള സ്ഥലം. അതെ. ഇപ്പൊ കുറെ ആയിട്ട് ഇവിടെ ദൃശ്യമല്ല, നമ്മുടെ സൊലെ സിനിമയില്ലേ, അതിവിടെ ദിലീപിന്റെ വീടായിരുന്നു അവിടെ. അദ്ദേഹം ഇങ്ങനെ സിനിമ കാണാൻ ഒരു ഓല ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു. അത് ദിലീപിന്റെ വീടായിരുന്നു. ദിലീപ് ആറ് നീന്തി കിടക്കുന്നത് എവിടുന്ന? ആറ് നീന്തി കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അതാണ് ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്തത്. അതൊന്നുമില്ല, അതൊക്കെ മുമ്പേ മണിച്ചേട്ടന്റെ സിനിമ കരിമാടിക്കുട്ടനല്ല, കുഞ്ഞിക്കൂനൻ. ആദ്യം ദിലീപിന്റെ കുഞ്ഞിക്കൂനൻ, പിന്നെ ഇതിന്റെ അപ്പുറത്താ. കുഞ്ഞിക്കൂനൊക്കെ കുഞ്ഞിക്കൂനൊന്നും അത്രയും സെറ്റില്ലായിരുന്നു. നാളിങ്ങനെ അവിടെ എന്തോ അവർക്ക് അതിന്റെ ഒരു ക്യാമറ നോക്കുമ്പോ അത് ക്യാമറ ഫേസ് കിട്ടണല്ലോ അവർക്ക്, അതായിരിക്കണം. അല്ല അത്രയ്ക്ക് സെറ്റപ്പ് ആണ് അതിന്റെ അകത്ത്. എന്തോ എങ്ങനെയോ അല്ല ഇവിടുന്ന് കാണുമ്പോഴേ ലൊക്കേഷൻ അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുത്തി. അവിടെ ഈ മരിച്ചു കഴിയുമ്പോൾ അടിയന്തരം അങ്ങനെ നടത്തും, അങ്ങനെ എന്തോ ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു. അവിടെ മൊത്തം ഈ പൂണൂലൊക്കെ ഇട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുള്ള ആൾക്കാരാണ്. പള്ളിച്ചേട്ടൻ്റെ അത് പറഞ്ഞാല് അവിടെ ഒരു ലൈറ്റ് വെച്ച് വെച്ചിട്ട് അത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇവിടെ വെട്ടം കിട്ടാൻ പവറൊക്കെ ഉണ്ടാകുന്നു. വലിയ കാരവനൊക്കെ ഇതിലേക്ക് കാരവന അവിടെ കിടക്കും. പിന്നെ അതില് ചുറ്റി വരും വണ്ടി. ഇതേല് വണ്ടി AC ഉള്ള വണ്ടി കടന്നു പോകില്ല, ട്രാവലറിൽ. അല്ലാതെ സാധാരണക്കാർ വണ്ടി കടന്നു പോയിരുന്നു. സാധാരണക്കാർ എങ്ങനെ ഷൂട്ടിംഗ് നടന്ന കാറൊക്കെ കടന്നു പോലെ AC ഉള്ള വണ്ടി മാത്രം കടന്നു പോകില്ല. ട്രാവലറിന്റെ മേളിൽ ആ AC ഉണ്ടല്ലോ, ആ സാധനം ഈ ഇതില് തട്ടും, ഈ ആർച്ചയെ തട്ടും. അതുകൊണ്ട് അത് മാത്രം കടന്നു.
ഇത് എത്ര വർഷമായിട്ടാണ്? ഒരു 20 വർഷം 25 വർഷമായിട്ടുണ്ടെന്നോ 25 അല്ലെങ്കിലും അതിനുവേണ്ടി ഇവിടെ തൂക്കുപാലം പറഞ്ഞു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ തൂക്കുപാലോ അതിന് കാലിവിടെ വെള്ളത്തിൽ കാണാൻ വെള്ളം കാണുന്നു കഴിഞ്ഞാൽ ഒരു ആടിനകത്ത് സൗണ്ട് താഴെ അത് ഇവിടെ അല്ല, അത് ആനക്കാൻ പാലം. എടുക്കാണോ? അത് അവിടെയാണോ? അതവിടെ അവിടെ ഇവിടെ നല്ല ആനക്കാണ്. എല്ലാം ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ലൊക്കേഷൻ. ഇവിടെ ഈ ലൊക്കേഷൻ തന്നെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 1, 2, 3 പാലം. വയനക്കാവ് പാലം കൂടെ കൂട്ടി 4 പാലം. വയനക്കാവ് പാലത്തില് മറ്റേ ആര്യ ഷൂട്ട് ചെയ്ത അത് അവിടെ അവിടെ അറിയോ? ആര്യ നമ്മുടെ അല്ലു അർജുന്റെ അർജുന്റെ. വയനക്കാവ് പാലം. അന്ന് അവിടെ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിച്ചിട്ടില്ല. അപ്പുറന്ന് ഇപ്പുറന്ന് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും ആ പാലത്തിന്റെ പ്രത്യേകത. കുറച്ചുകൂടെ ഇച്ചിരി വീതിയുണ്ട്, പിന്നെ സെൻട്രലിലേക്ക് ചെല്ലുമ്പോൾ വീതി കുറവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ആ ചേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനാണ്. അപ്പോൾ ചേട്ടൻ ഇവിടുത്തെ കഥകളൊക്കെ പറയുമായിരുന്നു. നമ്മളത് കേട്ടിങ്ങനെ കോരിത്തരിച്ച് വെക്കുമായിരുന്നു. ഏകദേശം 10-15 സിനിമയോളം ഈ ഒരു 1.5 കിലോമീറ്റർ ഈ കോളപ്പുറ പാലത്തിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടനൊക്കെ എന്തൊരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വളരെ ഒരു അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് സമയം ഏകദേശം 6:15. അപ്പോൾ നമ്മളിന്ന് വീട്ടിലോട്ട് ഇപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ